നാടിപ്പോഴും വലിയ നടുക്കത്തിലാണ്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനായി പടക്കങ്ങൾ നിർമ്മിക്കുന്ന വെടിക്കെട്ട് പുരയിലാണ് ആ വലിയ ദുരന്തം ഇന്നലെ ഉണ്ടായത്. 13 പേരാണ് ആ ദുരന്തത്തിൽ മരിച്ചുപോയത്. ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ ആ നാട്ടുകാർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാൻ ബാക്കിയുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ വെടിക്കെട്ട് ദിവസം ആകാശത്ത് വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങിയിരുന്നവർ അതേ ആകാശത്തേക്ക് വിണ്ണീറായി പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് മെല്ലെ ആ പൂരനഗരി. ഏതായാലും വലിയ സങ്കടത്തിൽ തന്നെയാണ് കേരളക്കര ആകെ തന്നെ ഉള്ളത്. നമുക്കറിയാം, ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ തൃശ്ശൂർ പൂരത്തിനായിട്ടുള്ളത്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടൊക്കെ നടക്കാനിരിക്കുകയാണ് മറ്റന്നാൾ 24-ാം തീയതി. അതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്തം, ഇങ്ങനെയൊരു വലിയ അപകടം നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നത്. ഏതായാലും ഇപ്പോഴും നിരവധി ആളുകൾ ചികിത്സയിൽ കഴിയുകയാണ്. പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും ഇപ്പോഴും തിരിച്ചറിയാനും ഒരുപാട് പേര് ബാക്കിയുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യം തന്നെയാണ്. നിലവിലിപ്പോൾ 5 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ കൈമാറിയിരിക്കുന്നത്. 13 പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. പരിക്കേറ്റവരിൽ 13 പേരിൽ 10 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. എന്തായാലും അതിൽ പലരുടെയും നില ഗുരുതരമാണെന്ന് പറയുന്നു. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണെന്ന് പറയുന്നു. എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്, ഇന്നിപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നതാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. ആദ്യം അപകടമുണ്ടായ സ്ഥലത്തേക്ക് തന്നെ നമുക്ക് പോകാം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? പരിശോധന ഇന്നലെ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഇന്നിപ്പോൾ പുലർച്ചെ തന്നെ പരിശോധന തുടങ്ങുമെന്നാണ് ഇന്നലെ അധികൃതർ അറിയിച്ചത്. എന്താണ് അതിന്റെ സ്ഥിതി എന്ന് നമുക്ക് ആദ്യം അറിയാം. സുഹൈൽ മുഹമ്മദ് അപകട സ്ഥലത്ത് നിന്നും തത്സമയം ചേരുകയാണ്. സുഹൈൽ, ഇന്നലെ അവിടെ ഒരു വെടിക്കെട്ട് പുരയുണ്ടായിരുന്നു. ഇന്നവിടെ നമുക്കതൊന്നും കാണാൻ കഴിയുന്നില്ല. കുറേ വെണ്ണീറായി കിടക്കുന്ന പ്രദേശം മാത്രമായി അത് മാറിയിരിക്കുകയാണ്. പൂർണ്ണമായും അത് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനടുത്തുള്ള പല വീടുകളിലും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ഈ പരിശോധന, തിരച്ചിൽ അതൊക്കെ തുടരേണ്ടതുണ്ട്. എപ്പോഴായിരിക്കും അതൊക്കെ ആരംഭിക്കുക? ഇന്ന് പ്രചിൻ, അമൃത, ഞാനിപ്പോൾ ഉള്ള അപകട സ്ഥലത്താണ്. നമ്മൾ ഈ കാണുന്ന അപകട സ്ഥലം നേരത്തെ 7ഓളം ഷെഡുകൾ ഉണ്ടായിരുന്ന വെടിക്കെട്ട് നിർമ്മാണശാലയായിരുന്നു. വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുക, അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന 7ഓളം ഷെഡുകളുടെ ഇടം വെറും വെണ്ണീറായി ചാരമായി കിടക്കുന്നു. അതുതന്നെയാണ് ഈ അപകടം എന്തെന്ന് ചോദിച്ചാൽ പ്രഥമ ദൃശ്യം നമ്മൾക്ക് കാണിച്ചു കൊടുക്കണം. അത്രത്തോളം വലിയൊരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിലവിൽ പരിശോധന തുടങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയോടുകൂടി പരിശോധന അവസാനിപ്പിക്കാൻ പ്രധാന കാരണം പടക്കമാണ്. അവിടെ ഇവിടെയുമൊക്കെ അത് കുന്നുകൂടി കിടപ്പുണ്ട്. തീ പടർന്നു പിടിക്കുമ്പോൾ ചില സമയങ്ങൾ തീ അണയ്ക്കുന്നതിനിടയിൽ തീപ്പൊരി പാറി അത് തുടർ സ്ഫോടനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. അത് രക്ഷാപ്രവർത്തനം നടക്കുന്ന പ്രതിസന്ധി നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ രാത്രിയും അത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടാണ് രാത്രി അങ്ങനെ പരിശോധന നടത്തുമ്പോൾ അത് റിസ്ക് ആണെന്ന തിരിച്ചറിവിൽ അവർ പരിശോധന അവസാനിപ്പിച്ചത്. ഇന്ന് നേരം പുലർന്ന് വെളിച്ചം വരുന്നതോടെ ആ ഒരു പരിശോധന നിലവിൽ ഇവിടെ തുടരും. ഇന്ന് പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇവിടെ തെരച്ചിലായി ഉണ്ടാകുന്നത്. ഒന്ന്, ഒരുപാട് മൃതദേഹഭാഗങ്ങൾ ചിന്നിച്ചിതറി നിലയിൽ. നമുക്കറിയുന്ന പോലെ തന്നെ തൃശ്ശൂർ പൂരം എന്ന കേരളക്കരയുടെ അഭിമാനമായ ഒരു ഉത്സവത്തിന്, ഒരു പൂരത്തിന് ഒരുക്കിയിരിക്കുന്ന വലിയ സ്റ്റോക്ക് പൈൽസുകളാണ്, വലിയ ക്വാണ്ടിറ്റിയിലുള്ള പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. അത്രത്തോളം വ്യാപ്തി അതിനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പലരുടെയും ശരീരഭാഗങ്ങളടക്കം പല ഭാഗത്ത് ചിന്നിച്ചിതറിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് 500 മീറ്റർ അകലെ പോലും മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ മൃതദേഹഭാഗങ്ങൾ ഉണ്ടോ എന്നൊരു പരിശോധന തിരച്ചിലാണ് ഇന്ന് പ്രഥമമായി നടക്കുന്നത്. 2, അപകട കാരണം എന്തെന്ന് അറിയേണ്ടതുണ്ട്. അതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. ഇത്തരത്തിൽ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് അടിക്കടിക്ക് പരിശോധന അടക്കം ഉണ്ടാകുന്ന വർഷങ്ങളോളമായി ഈ തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി വെടിക്കെട്ട് നിർമ്മാണങ്ങൾ നടത്തിപ്പോകുന്നൊരു സംവിധാനത്തിൽ എങ്ങനെ അപകടം ഉണ്ടായെന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അത് കേന്ദ്രീകരിച്ചൊരു പരിശോധന നടക്കുന്നത് ഫോറൻസിക് പരിശോധനയാണ്. ഫോറൻസിക് പരിശോധന പ്രധാനമായി ഉറ്റുനോക്കുന്നത് ഇവിടെയുള്ള ഇപ്പോൾ ചാരമായി കിടക്കുന്ന ഇടങ്ങൾ പരിശോധിച്ച് അതിന്റെ മെറ്റീരിയൽ പരിശോധനയാണ്. എന്തൊക്കെ മെറ്റീരിയൽ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അനധികൃതമായി ഉപയോഗിക്കാൻ പാടില്ലാത്ത, ലൈസൻസി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ കോമ്പോണൻസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രധാനമായി പരിശോധിക്കുക. അത് ഈ പരിശോധന, അതായത് ഫോറൻസിക് പരിശോധന അപകട കാരണം കണ്ടെത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പരിശോധനയാണ്. ആ പരിശോധന ഇന്ന് ഉണ്ടാകും. അത് ഏതാണ്ട് പകലോടുകൂടി 8 മണി 9 മണിയോട് ഫോറൻസിക് സംഘം വന്നൊരു പരിശോധന നടത്തും. രണ്ടാമത്തെ പരിശോധന ചിന്നിച്ചിതറിയ മൃതദേഹഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള തെരച്ചിലാണ്. നിലവിൽ ഇന്നലെ അടക്കം നമ്മൾ ദൃക്സാക്ഷികൾ, ഇന്നലെ ഇവിടെ നമ്മളൊരു വേലായുധൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനെ കണ്ടിരുന്ന ഒരു 10-60 വയസ്സുകാരനാണ്. എല്ലാ വർഷവും ഇവിടെ ഈ വെടിക്കെട്ട് നിർമ്മാണം വരുമ്പോൾ സ്ഥിരമായി ജോലിക്ക് എത്തുന്ന വ്യക്തിയാണ്. 4-5 മാസം ഇവിടെയുള്ള പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ കൂലി ലഭിക്കുന്ന വലിയ ആയാസമില്ലാത്ത ജോലി എടുക്കുന്ന ഇടമായതുകൊണ്ട് പ്രദേശവാസികൾ സീസണൽ ബിസിനസ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സീസണൽ തൊഴിൽ നിലയ്ക്ക് ഇവിടെ ജോലിക്ക് എത്തുന്നതാണ്. അങ്ങനെ എത്തി രക്ഷപ്പെട്ടു വേലായുധൻ ചേട്ടനോട് സംസാരിച്ചപ്പോൾ 40 പേർ നില ഉണ്ടെന്നാണ് അനൗദ്യോഗികമായ ഒരു കണക്ക് ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ കണക്ക് എന്ന് പറയുന്നത് ഇവിടെ ഭക്ഷണം എത്തിച്ചവരുടെ കണക്കാണ്. 40 പേർക്ക് ഭക്ഷണം എത്തിച്ചു, 38 ഭക്ഷണം കഴിച്ചിട്ട് 2 ഭക്ഷണം പൊതി മാത്രമാണ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നാണ് അദ്ദേഹം
അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ആ കണക്ക് തന്നെയുണ്ട്. പിന്നെ ഈ പടക്ക നിർമ്മാണ സ്ഫോടനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇൻസ്റ്റന്റ് ഒറ്റയടിക്ക് ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാവുകയല്ല, ഓരോ ഭാഗത്തുനിന്ന് പൊട്ടി തുടങ്ങുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരു മൂലയിൽ നിന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ മറ്റൊരു സമയം മറ്റൊരിടത്ത് ഇത് കണ്ട് അല്ലെങ്കിൽ ഈ അപകടം മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ സാധ്യത അവിടെ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ടായിരുന്ന ബാക്കി ആളുകൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ അവർ സുരക്ഷിതരായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ പ്രതീക്ഷയാണുള്ളത്. നിലവിൽ 29 പേരെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ 13 പേർ മരിച്ചു, 13 പേർ ചികിത്സയിലാണ്, 3 പേർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് 3 പേരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 40 എന്ന കണക്കിലാണ്. നമുക്ക് ഇനി 11 പേരുടെ വിവരം കൂടി ലഭിക്കാനുണ്ട്. അവരെല്ലാം രക്ഷപ്പെട്ട് കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്, അങ്ങനെ നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഫയർഫോഴ്സും അടക്കമുള്ളവരുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലാം വെറും വെണ്ണീറായിരിക്കുന്നു, വലിയ സ്റ്റോക്ക് പൈൽസുകൾ. നമ്മളിതിന് മുമ്പ് നേരത്തെയും കണ്ടതാണ്. ഈ വെടിക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്റ്റോറികളിലെല്ലാം ഇത് എവിടെയാണ്, എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, എത്ര മനുഷ്യർ കുശലം പറഞ്ഞും തമാശ പറഞ്ഞും പാട്ടുപാടിയും ഒക്കെ ഒരു ആവേശമെന്ന കണക്ക്, ഉത്സവമെന്ന കണക്ക് അവരൊക്കെ ഒത്തുകൂടി ജോലി ചെയ്തതിനിടമാണ് ഇപ്പോൾ വെണ്ണീറായി കിടക്കുന്നത്. അവരെല്ലാം 18 മണിക്കൂർ ആയിരിക്കുന്നു ഈ ദുരന്തം ഉണ്ടായിട്ട്. ഇപ്പോഴും അവിടെ അതിന്റെ ബാക്കി പത്രം എന്നോണം അവിടെ ഇപ്പോഴും തീ പുകയുന്നത് നമുക്ക് അവിടെ കാണാം. ഇതൊക്കെ കാണുമ്പോൾ അവിടെ എത്രമാത്രം വിറങ്ങലിച്ച് നിന്നാണ് നിങ്ങളൊക്കെ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യം വ്യക്തമാണ്. അതോടൊപ്പം ഈ അപകടമുണ്ടായത് എങ്ങനെയെന്ന് സംബന്ധിച്ച് അന്വേഷണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ രക്ഷപ്പെട്ട് ഒക്കെ ഓടിയ ആൾക്കാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ട്. പലർക്കും അത് പറയാൻ പറ്റുന്നില്ല, എന്താണ് ഉണ്ടായതെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. എങ്കിലും പ്രാഥമികമായെങ്കിലും എന്ത് സംഭവിച്ചതാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ, വിവരങ്ങളുണ്ടോ? അവരൊക്കെ ഈ വലിയ കനത്ത വെയിലും ചൂടും കാരണം തിരികൾക്ക് ആദ്യം ചെറിയ രീതിയിൽ തീ പടർന്നാണ്, പിന്നീട് അത് ഈ പറഞ്ഞ ഡൈനാമൈറ്റ് അടക്കം നിർമ്മിക്കുന്ന ഇടങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ള ഒരു പ്രാഥമികമായ വിലയിരുത്തലാണ് ഉണ്ടായത്. ഒന്ന്, ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രാണരക്ഷാർത്ഥം ഓടിയെന്നതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും അവരുടെ ഒരു അന്താളിപ്പും പതർച്ചയും മാറിയിട്ടില്ല. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ അത്തരത്തിൽ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന, ഇൻസ്പെക്ട് ചെയ്യപ്പെടുന്ന ഇടമാണ്. എപ്പോഴും നമ്മൾ ഈ സ്ഥലം കണ്ടാൽ തന്നെ ഒരു മൊത്തം വൃത്തത്തിന് നടുക്ക് ഒരു പൊട്ടിട്ട കണക്കിയാണ് ഈ പറയുന്ന പടക്ക നിർമ്മാണ കേന്ദ്രങ്ങൾ. അതായത് അത്ര അടുത്തൊന്നും വീടില്ല. ഏതാണ്ട് ഈ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസും മാൻഡേഷൻസ് ഒക്കെ അനുസരിച്ചുള്ള ദൂരപരിധിയൊക്കെ പാലിച്ചുകൊണ്ടുള്ള വർഷങ്ങളോളമായി ഇവിടെയുള്ള ഒരു വെടിക്കെട്ട് നിർമ്മാണശാലയാണ്. പോരാത്തത് തൃശ്ശൂർ പൂരത്തിനനുബന്ധിച്ച് വെടിക്കെട്ട് സാമഗ്രി ഉണ്ടാക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ അധികൃത പരിശോധന അടിക്കടിക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഒരു അനധികൃതമായി എന്തെങ്കിലും ചെയ്യാനാകും എന്ന് നമുക്ക് കരുതാനാകില്ല. അപകട കാരണം എന്തായാലും സ്വാഭാവികം വെയിലാണോ ചൂടാണോ എന്നുള്ള പ്രാഥമിക നിഗമനം, അത് പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ്. അത് പരിപൂർണമായി എന്താണ് സംഭവിച്ചെന്ന് അറിയേണ്ടത് ഈ അപകടത്തെ സംബന്ധിച്ചുള്ള അനിവാര്യമാണ്. 13 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടം ആയതുകൊണ്ട് തന്നെ ഫോറൻസിക് പരിശോധന അനിവാര്യമാണ്. ഫോറൻസിക് പരിശോധന നമ്മൾ ഈ കാണുന്ന ചാരങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് അതിൽ എന്താണ് മെറ്റീരിയൽ കണ്ടന്റ്, ഈ പറഞ്ഞതുപോലെ അധികൃതമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെറ്റീരിയൽ അതിൽ ഉണ്ടായിരുന്നോ, കോമ്പൗണ്ട്സ് ഉണ്ടായിരുന്നോ നടക്ക കാര്യം വ്യക്തത വരുത്തിയതിനു ശേഷം എന്താണ് ഇവിടെ സംഭവിച്ചെന്നൊരു പ്രാഥമിക വിലയിരുത്തൽ, അനുമാനം അവരിൽ നിന്നുണ്ടാകും. ആ പരിശോധന ഈ അപകടത്തെ സംബന്ധിച്ച് നിർണായകമാണ്. ഇപ്പോൾ നിലവിൽ തീപിടുത്തം എന്നൊരു കാരണം, അല്ലെങ്കിൽ ഫയർ ഒക്യുറൻസ് എന്ന രീതിയിൽ മാത്രമാണ് നിലവിൽ ഇത് കേസെടുത്തിരിക്കുന്നതിന് അപ്പുറത്തേക്കൊരു വേറെ ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വ നരഹത്യ അല്ലെങ്കിൽ അത്തരത്തിൽ അനധികൃത പടക്ക നിർമ്മാണം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി വിലയിരുത്തൽ അങ്ങനെ അനധികൃതമായി ഒന്നുമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പരിപൂർണമായി അതൊരു ക്ലിയറൻസ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫോറൻസിക് പരിശോധന പൂർത്തിയാകണം. ഈ പ്രദേശത്തെ വീടുകളെല്ലാം 100, 200, 250 മീറ്ററിന് ദൂരെയുള്ള വീടുകളാണ്. പക്ഷേ ആ വീടുകൾ പോലും വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. പല വീടുകളുടെയും ഗ്ലാസുകളൊക്കെ ചിന്നിച്ചിതറി, ചുവരിൽ ചെറിയ ക്രാക്ക്, വലിയ ക്രാക്ക് വന്നിട്ടില്ല. പൊതുവെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഓരോ വീടുകളും ഏറ്റവും പ്രാഥമികമായി ബാധിക്കുക ആ വീടിന്റെ ജനൽച്ചില്ലുകളായിരിക്കും, ജനൽപ്പാളികളായിരിക്കും. ചെറിയൊരു ജെർക്കിംഗ് ഉണ്ടാകുമ്പോഴേക്കും തന്നെ ജനൽച്ചില്ലുകൾ, പാളികൾ പൊട്ടിത്തകരും. അങ്ങനെ ചിന്നിത്തെറിയ ചില്ലുകളും ജനൽപ്പാളികളും ഈ പ്രദേശത്തെ ചുറ്റുമുള്ള വീടിന്റെ ഒരു നിർസാക്ഷ്യമായി മാറുന്നുണ്ട്. പല വീടുകൾക്കും ഈ വിൻഡോ ഫ്രെയിമുകളില്ല, അതിനപ്പുറത്തേക്ക് വലിയ ചുമർ ക്രാക്കുകളില്ല. എന്തായിരുന്നാലും ആ അപകടത്തിന്റെ ഒരു ഇന്റൻസിറ്റി അത് വെളിവാക്കുന്ന തരത്തിലുള്ള ആഘാതങ്ങൾ സമീപത്തെ വീടുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോഴും വീടുകളിലൊക്കെ ഗ്യാസ് ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പല ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വീണ്ടും അവിടെ തെരച്ചിൽ പുനരാരംഭിക്കാനിരിക്കുകയാണ്. ഈ അപകട സ്ഥലത്ത് നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു സുഹൈൽ മുഹമ്മദ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്ന് ലിഡിയ ജേക്കബ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, നമുക്കറിയാം ഇപ്പോഴും തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിശോധന എപ്പോഴായിരിക്കും? ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായ മൃതദേഹങ്ങളൊക്കെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയോ?
അമൃത 5 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് ഇന്നലെ പൂർത്തിയായത്. ഇനിയും ബാക്കിയുള്ള ആളുകളുടെ പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന്, അതായത് രാവിലെ എത്രയും പെട്ടെന്ന് അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ 5 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിൽ 3 പേരുടെ മൃതദേഹമാണ് വിട്ടു നൽകിയിട്ടുള്ളത്. അതായത് സുബിൻ, സുദർശൻ, വാസുദേവൻ എന്നീ 3 പേരുടെ മൃതദേഹമാണ് നിലവിൽ വിട്ടു നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള 2 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ 2 പേരുടെ മൃതദേഹം കൂടി വിട്ടു നൽകാനും ഒക്കെയുണ്ട്. മാത്രമല്ല ഇവിടെ വന്നതിന് ശേഷം, മോർച്ചറിയിൽ രാവിലെ വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഉറ്റവരെ തേടി അവരുടെ ബന്ധുക്കൾ ഈ ഒരു പുലർച്ചെ മുഴുവൻ, ഈ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ മോർച്ചറിക്ക് മുൻപിൽ വരെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ അത്തരത്തിലുള്ള വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു. അതേ കാഴ്ച തന്നെയാണ് ഈ ഒരു രാവിലെയും, ഈ അതിരാവിലെ നമ്മളിവിടെ എത്തുമ്പോഴും അത്തരത്തിലുള്ള വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചില മൃതദേഹങ്ങളിൽ ചില കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആളുകൾക്ക്, പ്രത്യേകിച്ച് ബന്ധുക്കൾക്ക്. ഒരു മൃതദേഹം ലഭിച്ചതിൽ അത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ഒരു ബന്ധു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരാൾ കൂടി ഇത്തരത്തിൽ തങ്ങളുടെ ബന്ധുവാണ് എന്ന് ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്ന് സ്ഥിരീകരിക്കാനായി എത്തിയിട്ടുള്ള ഒരു കുറച്ച് പേരാണ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കുറച്ച് പേരാണ്. അത്തരത്തിലൊരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച. ഈ ഒരു രാത്രി മുഴുവൻ തങ്ങളുടെ ഉറ്റവർക്ക് വേണ്ടി, തങ്ങളുടെ ഉറ്റവരെ തിരിച്ചറിയാനായി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ദയനീയ കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നതാണ്. ഹൃദയവേദനയോടെ അല്ലാതെ നമുക്ക് നോക്കി നിൽക്കാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ഇന്നലെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ, അത് തിരിച്ചറിയാനായി ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ തിരിച്ചറിഞ്ഞ് മടങ്ങി 3 പേരുടെ മൃതദേഹം അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. മറ്റുള്ള ആളുകളുടെ കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിലേറ്റവും സങ്കടകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മൃതദേഹങ്ങളിൽ പലരും, അതായത് ഈ ഒരു 7ഓളം മൃതദേഹങ്ങൾ മാത്രമാണ് ഒരു മൃതദേഹം എന്ന ഒരു പൂർണ്ണ തോതിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ശരീരഭാഗങ്ങളാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ശരീരഭാഗങ്ങൾ DNA ടെസ്റ്റിനടക്കം വിധേയമാക്കേണ്ടി വരും. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്നും ഇന്ന് ഏറ്റവും രാവിലെ തന്നെ സംഘം എത്തി DNA നടപടികളും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ അടക്കം DNA പരിശോധന അടക്കം പൂർത്തിയാക്കാനുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ ഏറ്റവും ആദ്യം തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു 6 മണിയോടെ ഏകദേശം, അതായത് തിരിച്ചറിയാനുള്ള നടപടികൾ, അതായത് ഇന്നലെ അവസാനിപ്പിച്ച നടപടികൾ അത് ഇന്ന് 6 മണിയോടെ തുടരും എന്നുള്ളതാണ്, പുനരാരംഭിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ തിരിച്ചറിയലിനുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രയും ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു രാത്രി മുഴുവൻ ഒരു ബന്ധുവിൻ്റെ മൃതദേഹത്തിനായി, അല്ലെങ്കിൽ അത് തിരിച്ചറിയാനായി ഒരു കൂട്ടം ആളുകൾ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ അത് അത്രയധികം വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ ഒരു മോർച്ചറി പരിസരത്ത് മാത്രമല്ല, ആശുപത്രി പരിസരത്ത് മുഴുവൻ അധികം ആളുകൾ ഈ ഒരു മൃതദേഹമടക്കം തിരിച്ചറിയാൻ, അതുപോലെ തന്നെ DNA സാമ്പിളുകളടക്കം നൽകാനായി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സംശയമുള്ള ആളുകൾ അവരുടെ അടക്കം അത് വ്യക്തമാണ്. കാരണം അവരുടെ വേദന അത് എത്രമാത്രം ഉണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെയൊക്കെ സ്ഥിതി എന്താണ്? അതിൽ പലരുടെയും നില ഗുരുതരം, 5 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. 2 പേർ വെന്റിലേറ്ററിലാണെന്നൊക്കെയുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. അവരുടെ ചികിത്സ ഏത് രീതിയിലാണ് നടക്കുന്നത്? ഇന്നലെ കളക്ടർ വ്യക്തമാക്കിയത് എത്രത്തോളം മികച്ച ചികിത്സ നൽകാൻ കഴിയുമോ അതെല്ലാം സജ്ജമാക്കാൻ അവിടെ സജ്ജമാണ് എന്ന് പറഞ്ഞിരുന്നു മെഡിക്കൽ കോളേജിൽ. നിലവിലെ ചികിത്സ അത് ഏത് രീതിയിൽ പോകുന്നു? ഓരോരുത്തരുടെയും ആരോഗ്യനില അത് സംബന്ധിച്ച പുതിയ വിവരങ്ങളുണ്ടോ? വലിയ സജ്ജീകരണങ്ങളാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആദ്യഘട്ടം മുതൽ ഒരുക്കിയിരുന്നത്. ഏകദേശം 13 പേർക്കാണ് ഈ പൊള്ളലേക്കുന്നും അടക്കമുള്ള പരിക്കുകളേറ്റിട്ടുള്ളത്. 13 പേർക്കാണ്. അതിൽ 10 പേരാണ് ICUവിലുള്ളത് എന്നുള്ളതാണ്. അതിൽ 5 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ലൈസൻസി സതീശൻ അടക്കമുള്ള ആളുകളുടെ നില അതീവ ഗുരുതരം തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 5 പേരിൽ 2 പേർ വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് ഏകദേശം 90% പരിക്കുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരുടെ ചികിത്സയും കാര്യങ്ങളുമൊക്കെ കൃത്യമായി നടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ 2 പേർ, 5 പേർ ഈ ICU ഇതിലുള്ള അതീവ ഗുരുതരാവസ്ഥയിലുള്ള 5 പേരിൽ അത് ഏകദേശം 50%-ലധികം പൊള്ളലുള്ള ആളുകളാണ്. അവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 13 പേരാണ് നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. മറ്റ് ചെറിയ പരിക്കുകളുള്ള ആളുകളൊക്കെ, അതായത് ഒരാളെ മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അത് ചെറിയ പരിക്കുകളും കാര്യങ്ങളും കൊണ്ടാണ് മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അവരൊക്കെ വീട്ടിലേക്ക് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു വിട്ടിരുന്നു. ബാക്കി നിലവിലുള്ളത് 13 പേരാണ് ഇപ്പോൾ
മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് എന്നുള്ളതാണ്. ബാക്കി സൂചിപ്പിച്ചതുപോലെ ഈ 10-ൽ ബാക്കിയുള്ള 5 പേർ അപകടനില തരണം ചെയ്ത ആളുകളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവരുടെ ചികിത്സയും കാര്യങ്ങളുമൊക്കെ തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 56 ഡോക്ടർമാരുടെ സംഘമാണ് ഇവർക്കായി എത്തിയിട്ടുള്ളത്. അവർക്കായി എല്ലാവിധ സജ്ജീകരണങ്ങളും അടിയന്തര ചികിത്സയടക്കം നൽകിയത് ഈ ഒരു 56 പേരുടെ സംഘമാണ്. മറ്റ് ചികിത്സകളും കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തി വരികയാണ്. മാത്രമല്ല എറണാകുളത്ത് നിന്നും പാലക്കാട് നിന്നും തിരുവനന്തപുരത്തു നിന്നുള്ള ഡോക്ടർമാരുടെയും വിദഗ്ധ സംഘം അടക്കം എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള മറ്റ് ജില്ലാ ആശുപത്രികളിൽ നിന്നടക്കം ഡോക്ടർമാരെത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ആരോഗ്യ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അടക്കം ഈ അത്യാഹിത വിഭാഗം അടക്കം ഒരു ഭാഗമായി തിരിച്ച് ഇതിനുവേണ്ടി മാത്രമായി ഏറ്റവരെ കൊണ്ടുവരാനായി മാത്രമായി ഒരു വിഭാഗമായി തിരിച്ച് വലിയ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഒരു റെഡ് സോണായി മാറിയത് അത്യാഹിത വിഭാഗം ഒരു ചികിത്സ തുടങ്ങിയിരുന്നു. അത്തരത്തിൽ ആ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇവർ 10 പേർ ഐസിയുവിൽ തന്നെ തുടരുന്നു. അവിടെ തുടരുക. അടുത്ത ഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ അവിടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയ ബന്ധുക്കളുണ്ട്, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ തേടാം. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ നില സംബന്ധിച്ച് അവരുടെ ബന്ധുക്കളും ബൈസ്റ്റാൻഡേഴ്സൊക്കെ ഉണ്ടാകും. അവരോട് എന്താണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്, അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ തേടാം. ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി അപകടം നടന്ന സ്ഥലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ, അന്വേഷണം, പരിശോധന, അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വിപിൻ നൽകും. വിപിൻ, നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയും തെരച്ചിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇനിയും ശരീരഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ അധികൃതർക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തെരച്ചിൽ അത് ഏത് രീതിയിലായിരിക്കും, എപ്പോഴായിരിക്കും ആരംഭിക്കുക? ഒരു പ്രാഥമിക അന്വേഷണമൊക്കെ നടന്നിട്ടുണ്ടാകില്ലേ വിപിൻ? എന്താണ് ഇതിനെക്കുറിച്ച്, ഈ അപകടത്തെ സംബന്ധിച്ച് അധികൃതർ പറയുന്നത്? അമൃത, ഞാൻ ഈ അപകടം നടന്നിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോഴും പുകയാണ്. ഈ പ്രദേശത്ത് ആകെ തന്നെ ആ ഒരു പുകയും ഒപ്പം തന്നെ രൂക്ഷമായ ഗന്ധവും ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പോലും അറിയാത്ത അത്രയും വലിയ ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധം ഇവിടെ ആകെയുണ്ട്. സാധാരണഗതിയിലൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കേണ്ട ഒരു പ്രകൃതി അന്തരീക്ഷമൊക്കെയാണ്. അതാണ് നമ്മൾ ഈ കാണുന്നത്. മൊത്തം പുക ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഭാഗം മുഴുവൻ. ഇങ്ങനെ ഏക്കർ കണക്കിന് പാടമാണ്. ഇതിന് നടുക്കായിട്ടാണ് ഈ അപകടം നടന്ന ഈ സ്ഥലം ഉള്ളത്. അതിൽ ഏകദേശം ഒരു പ്രദേശം ഇവർക്കായി നൽകിയതായിരുന്നു. അവിടെയാണ് ഈ വെടിക്കെട്ട് കോപ്പുകളെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നത്. അതിനൊരുമിച്ച് തീപിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഒരുമിച്ച് അത് പൊട്ടുകയായിരുന്നു. ഈ ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ ആർക്കും തന്നെ പ്രവേശനമില്ല. അത് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ തന്നെ പോലീസിന്റെ ഒരു പരിശോധനയും പോലീസിന്റെ നിരീക്ഷണവും അവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു ജീവികൾ പോലും അകത്തേക്ക് കയറാതിരിക്കാനുള്ള ശ്രദ്ധ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ തന്നെ അതിന്റെ അന്വേഷണം മറ്റു കാര്യങ്ങളും ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാൽ നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് ഇതിന്റെ ഈ വെടിക്കോപ്പുകളൊക്കെ തന്നെ പൊട്ടി ഇത്ര ദൂരത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ തീ പിടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ കാണാവുന്ന ദൂരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 300 മീറ്ററോളം വരും. ആ 300 മീറ്ററോളം ഇപ്പുറത്തേക്ക് അതിന്റെ ബാക്കി സാമഗ്രികളൊക്കെ വന്ന് വീണ് ഈ ഇവിടുത്തെ കാടുകൾക്ക് തീ പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. വലിയ ഒരു വെടിക്കെട്ട് അപകടം, വലിയൊരു സ്ഫോടനം ആ സമയത്ത് ഇവിടെ നടന്നു എന്നുള്ളത് തെല്ലും സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് പിന്നെയും പൊട്ടുകയായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളം തുടരെ അത് പൊട്ടുമ്പോൾ അതിന് എത്രത്തോളം തീവ്രത ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പകൽ സമയത്ത് കുറച്ചുകൂടി വ്യക്തമാകുന്നു എന്നുള്ളത് ഏറ്റവും ഒരു പേടിപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. ഒപ്പം ഈ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള അന്വേഷണമാണ്. ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ പ്രാഥമികമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ ലൈസൻസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അതൊക്കെ ക്ലിയർ ആയിരുന്നു. തൃശ്ശൂർ പൂരമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഇതിനൊരു വെടിക്കെട്ടിൽ അതിനൊരു തീ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിപ്പോൾ കൂടെയുള്ളവർ അത് ചൂടുകൊണ്ടാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഇപ്പോൾ മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരഭാഗങ്ങളെങ്കിലും ലഭിക്കാനുണ്ടോ എന്നുള്ളതിന്റെ ഒരു പ്രാഥമിക പരിശോധനയാണ്. അതിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ആരംഭിക്കുകയും ചെയ്യും. കടാവർ ഡോഗുകൾ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്ന സൂചിപ്പിച്ചതുപോലെ ആ പ്രദേശത്തിന്റെ ആകെ ഒരു ദൃശ്യം, അതിന്റെ ഒരു ആകാശ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. എങ്ങനെ ആ പ്രദേശം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ ഒരു ഭാഗത്ത് നമുക്ക് വയലൊക്കെ കാണാം. പക്ഷേ ഇത് നിന്ന ഈ വെടിക്കെട്ട് പുരയുണ്ടായ ആ പ്രദേശം കത്തിക്കരിഞ്ഞ്
ഉണങ്ങിപ്പോയിട്ടുണ്ട് എന്ന കാര്യം ഈ ആകാശ ദൃശ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ വിപിൻ പറഞ്ഞതുപോലെ പച്ചയായി നിൽക്കേണ്ട ഒരു സ്ഥലമാണ്. പച്ചയോടുകൂടി അത് കത്തിക്കരിഞ്ഞു പോകുന്നു പറയുമ്പോൾ അത് എത്രമാത്രം വലിയ സ്ഫോടനമാണ് എന്ന് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിലാണ് ഈ സാധാരണക്കാരായ ആ തൊഴിലാളികൾ 13 പേരുടെ ജീവൻ വെന്ത് വെണ്ണീറായി പോയത്. അത് അത്രമേൽ വലിയ ഒരു അപകടമുണ്ടായി എന്നതിൻ്റെ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ഒരു ദൃശ്യമായി ഇതിപ്പോൾ മാറുകയാണ്. നമുക്ക് കാണാം, വളരെ കൃത്യമായി തന്നെ ഒരു പ്രദേശമാകെ ആ വയലിന് നടുവിലുള്ള പച്ചയായി നിന്നിരുന്ന പ്രദേശം മുഴുവനായി കത്തി കരിഞ്ഞു ചമ്പലായിരിക്കുകയാണ്. വിപിൻ, തുടരാം. യെസ് പ്രജിൻ, പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രദേശം ഇവിടെ ഏകദേശം ഒരു 10-30 വർഷമായിട്ടെങ്കിലും ഇവരുടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിപ്പുരയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ സമീപവാസികൾ ആദ്യഘട്ടത്തിൽ ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ ഇവർ സാമ്പിൾ എന്തെങ്കിലും പൊട്ടിക്കുകയായിരിക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഈ സാമ്പിളുകൾ ഇവർ നിർമ്മിച്ച് കഴിഞ്ഞതിൻ്റെ ചില സാമ്പിളുകൾ ഈ പാടത്ത് വെച്ച് തന്നെയാണ് അത് പൊട്ടിച്ചു നോക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ശബ്ദമായിരിക്കും എന്ന് വരെ കരുതിയ ആളുകളുണ്ട്. പെട്ടെന്നാണ് അതിൻ്റെ ഒരു സ്വഭാവം മാറുന്നതും ഇതെല്ലാം തന്നെ വലിയൊരു ഒരു വെടിക്കെട്ടിനേക്കാളും അപ്പുറമുള്ള ഒരു ഭൂകമ്പ ശബ്ദത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്നത്. ആ ഒരൊറ്റ കാര്യത്തിൽ പേടിക്കുമ്പോഴേക്കും ജനൽ ചില്ലുകളെല്ലാം തന്നെ പൊട്ടി വീഴുന്നു എന്നുള്ളതാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ശബ്ദം കേട്ടപ്പോൾ ആളുകൾക്ക് വന്നു നോക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം അത് ഇവരുടെ എന്തെങ്കിലും ഒരു സാമ്പിൾ പൊട്ടിക്കലായിരിക്കും എന്നൊക്കെ കരുതിയ അത്രയും ആളുകളുണ്ട്. കാരണം അത്രത്തോളം പരിചിതമായിരുന്നു ഈ പ്രദേശത്ത് ഈ ഒരു വെടിക്കെട്ട് നിർമ്മാണം, ഈ വെടിപ്പുരയും കാര്യങ്ങളും ഒക്കെ. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ മരങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി പോയിരിക്കുന്നു. ഇതൊക്കെ തന്നെ അത്രയും പ്രകൃതിയോട് ഇണങ്ങി പച്ചപ്പോടെ നിൽക്കേണ്ട ഒരു സമയമായിരുന്നു. ചുറ്റുമുള്ള പാടം കാണുമ്പോൾ നമുക്ക് അത് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ നടുക്ക് മാത്രം ഇപ്പോൾ ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ച, അത് കേരളത്തിൻ്റെ ഒരു നൊമ്പരം, കേരളത്തിൻ്റെ ഒരു വേദനയായി ഇന്ന് നിൽക്കുകയാണ്. കാരണം നമുക്ക് ആദ്യത്തെ മണിക്കൂറുകളിൽ ആരൊക്കെയാണ് മരിച്ചത് എന്ന് പോലും അറിയാതെ പകച്ചുപോയ ഒരു സമയമുണ്ട്. ഇപ്പോഴും അതിലൊരു കൃത്യത വന്നിട്ടില്ല. ഇവിടെ വന്ന ആളുകൾ എത്രയുണ്ടായിരുന്നു, ആരൊക്കെ തിരിച്ചുപോയി, അല്ലെങ്കിൽ മറ്റൊരു സങ്കടകരമായ കാര്യം കൂടിയുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും ഇതുപോലെ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ഈ വെടിക്കെട്ട് പുരകളിൽ പോയി നമ്മളെല്ലാം മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ സ്റ്റോറികൾ ചെയ്യുന്നതാണ്. അവിടുത്തെ ആൾക്കാരുടെ വിശേഷങ്ങളും അവരുടെ ആവേശവും ഒക്കെ നമ്മൾ തേടുന്നതാണ്. ഇന്നലെയും സമാനമായ രീതിയിൽ മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ എത്തിയിരുന്നു. ഈ വെടിക്കെട്ട് അകത്തടക്കം നിന്ന് അവരുമായി സംസാരിച്ചതാണ്. പലരും അവരുടെ വിശേഷങ്ങൾ കേട്ടതാണ്. അവരുടെ ആഘോഷവും അവരുടെ പാട്ടും കൊട്ടുമൊക്കെ മനസ്സിലാക്കിയതാണ്. അവിടെ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത പല മാധ്യമപ്രവർത്തകരും നമ്മുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെയുണ്ട്. അവർക്കൊന്നും ഇത് പിന്നീട് 1.5 മണിക്കൂറിന് ശേഷം ലഭിച്ച വിവരം അത് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പലരും ആ വേദന നമ്മളൊക്കെ പങ്കുവെക്കുന്നതും ഉണ്ടായിരുന്നു. വിപിൻ, അതെ, ആ ഒരു ഞെട്ടൽ ആർക്കും മാറിയിട്ടില്ല. ഇപ്പോൾ 24-ൻ്റെ തൃശ്ശൂർ റിപ്പോർട്ടറായിട്ടുള്ള ശ്രീജിത്ത് ശ്രീകുമാരൻ തന്നെ ഈ ലൈസൻസി ആയിട്ടുള്ള സതീഷുമായി സംസാരിക്കുകയും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ സമയം കൊടുക്കുകയുമായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ആ സമയത്ത് പിന്നെ നടന്നത് മറ്റൊന്നാണ്. ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ആ കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നത്. നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു പിടച്ചിൽ ഇപ്പോഴും മാറുന്നില്ല. കാരണം കുറേ മാധ്യമപ്രവർത്തകർ ഇന്നലെ രാവിലെ വന്നു. ഇന്നലെ ആയിരുന്നു ഈ വെടിക്കോപ്പുകളുടെ ഒരു നിർമ്മാണവും അതിലെ പുതിയ നൂതനമായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് ഇപ്രാവശ്യം കരുതി വെച്ചിരിക്കുന്നത്, എന്ത് സർപ്രൈസാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്, തിരുവമ്പാടി വിഭാഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് പകർത്താനും അതിൻ്റെ ചിത്രീകരണവും അതിൽ സംസാരിക്കുന്നതിനൊക്കെ വേണ്ടി ഇന്നലെ ആയിരുന്നു ഈ ലൈസൻസി സതീഷ് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്ത ഒരു സമയം എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ വാർത്തകളും തൃശ്ശൂർ പൂരത്തിൻ്റെ നിറവും നിറഞ്ഞു നിൽക്കേണ്ട ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ കുറച്ച് മാധ്യമപ്രവർത്തകർ രാവിലെയും മറ്റുള്ളവർ ഉച്ചയ്ക്ക് ശേഷവും വരാമെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ആ രീതിക്കുള്ള ചിത്രീകരിച്ചതിൻ്റെ ദൃശ്യങ്ങളും പാട്ടും ഒക്കെ നമ്മൾ പല കോണിൽ നിന്നും കാണുകയുമാണ്. പക്ഷേ ഇന്നലെ ഉച്ചയായപ്പോഴേക്കും ആ ചിത്രം മാറിക്കഴിഞ്ഞു. അതിൽ എത്ര പേർ ഇന്നുണ്ട് എന്നുള്ളതിന് പോലും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് എത്ര ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏറ്റവും സന്തോഷകരമായ ഒരു ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത, അത് ഇനി 2 ദിവസം കൂടി തികച്ചില്ല. അതിനുള്ളിൽ സാമ്പിൾ വെടിക്കെട്ട് നടത്തേണ്ടതായിരുന്നു. സാമ്പിൾ വെടിക്കെട്ടിനുള്ള കുറച്ച് വെടിക്കോപ്പുകൾ അങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാമ്പിളും ഒപ്പം തന്നെ 26-ാം തീയതി പൂരം, 27-ാം തീയതിയുള്ള പകൽപൂരത്തിൻ്റെ വെടിക്കെട്ട്, അപ്പോൾ തിരുവമ്പാടിയും പാറമേക്കാവും ഏത് രീതിയിലായിരിക്കും അത് വർണ്ണാഭമാക്കുക തുടങ്ങിയിട്ടുള്ള ചർച്ചകളും അതിൻ്റെ പ്രതീക്ഷകളും പ്രത്യാശകളും മത്സരവും ഒക്കെ പറയേണ്ട ഒരു സമയത്ത് നമ്മൾ എത്ര വേദനയോടെ അത് കടന്നു പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 13 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ ഇനി ഈ കൂട്ടത്തിൽ എന്നുള്ളതിൻ്റെ ഒരു തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഏകദേശം അവിടേക്ക് കയറാവുന്ന ഒരു രീതിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ
പോലീസുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് പല ഭാഗങ്ങളിൽ നിന്നും ചില പുകകൾ ഉയരുന്നുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ, ഞാൻ നേരത്തെ പ്രജിനോട് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത പൊതുവെ ഉണ്ട്. കാരണം അത്രത്തോളം ഒരു സ്മെല്ലും കാര്യങ്ങളും അതിന്റെ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധവും ആ പുകയും ഇവിടുന്ന് വിട്ടുപോയിട്ടില്ല. വിപിൻ നിൽക്കുന്നതിന്റെ മറുഭാഗത്ത് നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഈ കിടാവർ നായ്ക്കളെ എത്തിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ എങ്ങനെയാണ് വിവരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ മൃതദേഹങ്ങൾ, ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ പലയിടങ്ങളിലേക്ക് ചിതറി പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നതാണ്. ഈ കിടാവർ നായ്ക്കളെ എത്തിച്ചുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഇന്നലെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് തെരച്ചിലൊക്കെ നടത്തിയെങ്കിലും പിന്നീട് അത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ കിടാവർ നായ്ക്കളെ എത്തിച്ചാണ് ഈ തെരച്ചിൽ അവിടെ നടത്താൻ പോകുന്ന നായ്ക്കളെ അവിടെ എത്തിച്ചു കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അത്യന്തം വേദനിപ്പിക്കുന്ന, നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്ന് വരികയാണ്. ഇന്നലെ നമ്മൾ കണ്ടതിൻ്റെ മറ്റൊരു രീതിയിലുള്ള, മറ്റൊരു ആംഗിളിൽ നിന്നുള്ള പല ദൃശ്യങ്ങളും കാണുമ്പോഴാണ് എത്രമാത്രം വലിയ അപകടമാണ്, ദുരന്തമാണ് അവിടെ ഉണ്ടായത് എന്ന് മനസ്സിലാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.